ട്രോളിങ് തുടങ്ങിയതിൽ പിന്നെ നമുക്ക് എന്നും നെത്തോലിയായിരുന്നു. എന്നും മണിയണ്ണൻ നെത്തോലിയായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. നെത്തോലി അല്ലാത്ത ഒരു മീനെ കൊണ്ടുവന്ന ദിവസം വന്ന പാടെ ദാണ്ടെ കിച്ചണിൽ കയറി ക്ലീൻ ചെയ്യാനൊക്കെ ഇരുന്നു. ഇന്ന് നമുക്ക് ദാണ്ടെ കൊഞ്ചായിരുന്നേ കൊണ്ടുവന്നത്. നമ്മളിവിടെ കൊഞ്ചെന്ന് പറയും, നിങ്ങളൊക്കെ ചെമ്മീൻ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാനെന്നാലും കൊഞ്ചെന്നങ്ങ് പറയുകയാണേ. എന്താണെന്ന് വെച്ചാൽ പഠിച്ചതില്ലേ പാടാൻ പറ്റും നമുക്ക്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്തെടുത്തേ. ഇന്ന് നമുക്കൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം. ഇത് അച്ചുകൂട്ടം പോകുന്നതിന് മുമ്പേ എടുത്ത വീഡിയോ കേട്ടോ, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആണ്ടേ എന്തിനാ ഈ എണ്ണ കാണിച്ചുള്ള പ്രകടനം എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ്. അതിനകത്ത് ഞാൻ ഒഴിച്ചു വെച്ചേക്കുന്നതോ തവിടെണ്ണയും. വെളിച്ചെണ്ണ എന്നുള്ള പേര് കണ്ടെങ്കിലും നമുക്കങ്ങ് സമാധാനിക്കാം, നമ്മൾ സാധാരണക്കാരല്ലേ. അങ്ങനെ എണ്ണ അങ്ങ് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ ദാണ്ടെ നമ്മൾ കുനുകുനാന്നരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള, ഒരു വലിയ സൈസ് സവാളയായിരുന്നേ, അതും ചേർത്ത് കൊടുത്തു. പിന്നെന്താണ്, സവാള ഇട്ട് കൊടുത്താൽ പിന്നെ അല്പം ഉപ്പിടണമെന്നല്ലേ വൈപ്പ്, ആ ഒരു വൈപ്പിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ലപോലെ വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതെടുത്ത് ആ തക്കാളിയെല്ലാം കുത്തി ഉടച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, പച്ചമണം പോകുന്നവരേക്കും നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കഥാപാത്രത്തെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളൊക്കെ ചെമ്മീൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കൊഞ്ചുകുട്ടന്മാരെ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് സ്കിപ്പായി പോയതാണ്. ചൂടുവെള്ളവും ചേർത്ത്, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കണം. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ പറ്റിച്ചെടുക്കണം. ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ മല്ലിയില, അതിൻ്റെ ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയും, അതും 5-6 പുതിനയില ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്ത്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലെ തന്നെയാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. പിന്നെ അത് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.